ക്വസ്റ്റ്യൻ ഇതാണ്, അനലൈസ് ദ ബീം യൂസിങ് ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ്. ABC രണ്ട് സ്പാനുള്ള ഒരു ബീമാണ്. എ എന്ന് പറയുന്നത് എൻ്റെ ഫിക്സ്ഡ് ആണ്, ബി എന്ന് പറയുന്നത് എൻ്റെ റോളറാണ്, സി എന്ന് റോളറാണ്. അപ്പോൾ അതിൽ AB എന്ന് പറയുന്ന സ്പാനിൽ ഫുൾ സ്പാനിൽ UDL ആക്ട് ചെയ്യുന്നു 2 kN/m ആൻഡ് AB സ്പാൻ 6 മീറ്റർ ആണ്. അതുപോലെ BC സ്പാൻ 4 മീറ്റർ ആണ്. അതിന്റെ കറക്റ്റ് സെൻട്രലായിട്ട് 6 kN ലോഡ് ആക്ട് ചെയ്യുന്നു. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, അതിനെ സ്ട്രക്ചർ കോർഡിനേറ്റ് ആയിട്ടും എലമെന്റ് കോർഡിനേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അതായത് സ്ട്രക്ചർ കോർഡിനേറ്റ് എഴുതിയിട്ട് ഡിസ്ക്രീറ്റൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അപ്പൊ അത് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് വരുന്ന സ്ട്രക്ചർ കോർഡിനേറ്റ്സ് ആൻഡ് എലമെന്റ് കോർഡിനേറ്റ്സ് അല്ലെ. ഇതിനകത്ത് ഞാൻ ആദ്യം സ്ട്രക്ചർ ABC എന്ന് പറയുന്ന സ്പാനിൽ വരുന്ന ബീമായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് A എന്ന് പറയുന്ന സപ്പോർട്ടിൽ 2 കോർഡിനേറ്റ്. ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് നമ്മൾ മൊമെന്റിന്റെ കോർഡിനേറ്റിന്റെ കൂടെ ഫോഴ്സിന്റെ കോർഡിനേറ്റും കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതും. അപ്പം A എന്ന് പറയുന്ന സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് R1 ഫോഴ്സിന്റെ കോർഡിനേറ്റ് എഴുതി, R2 മൊമെന്റിന്റെ കോർഡിനേറ്റ്, R3 ഫോഴ്സിന്റെ കോർഡിനേറ്റ്, R4 മൊമെന്റ് ആൻഡ് R5 C എന്ന് പറയുന്ന സപ്പോർട്ടിൽ ഫോഴ്സിൻ്റെത്, R6 മൊമെന്റിന്റെ കോർഡിനേറ്റ്. അതാണ് സിസ്റ്റം അല്ലെങ്കിൽ സ്ട്രക്ചർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ AB എന്ന് പറയുന്ന ഒരു എലമെന്റും BC എന്ന് പറയുന്ന ഒരു എലമെന്റും ആയി മാറും. AB എന്ന് പറയുന്ന എലമെന്റിൽ 4 കോർഡിനേറ്റ്സ്, R1, R2, R3 ആൻഡ് R4. ആൻഡ് BC എന്ന് പറയുന്ന എലമെന്റിൽ 4 കോർഡിനേറ്റ്സ്, R3, R4, R5 ആൻഡ് R6. അപ്പോൾ അത് എഴുതി നമ്മളിവിടെ എലമെന്റ്സിനെ റെക്ടാംഗിളിന്റെ അകത്ത് മാർക്ക് ചെയ്തു. രണ്ടിലും 4 കോർഡിനേറ്റ്സ് വെച്ച് നമ്മൾ എഴുതി. ഇതാണ് എലമെന്റ് കോർഡിനേറ്റ്സ് വരുന്നത്. ഡിസ്ക്രീറ്റൈസേഷൻ ആണ് ഇവിടെ ചെയ്തത്. സ്ട്രക്ചർ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്തു, ഡിസ്ക്രീറ്റൈസേഷൻ ചെയ്തിട്ട് ആ എലമെന്റിന്റെ നമ്പേഴ്സും നമ്മൾ മാർക്ക് ചെയ്തു, അതിന്റെ കോർഡിനേറ്റ്സും നമ്മൾ മാർക്ക് ചെയ്തു. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക. R1, R3 അതുപോലെ R5 ഫോഴ്സിന്റെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ റിയാക്ഷൻസും നമുക്ക് കിട്ടും മൊമെന്റിന്റെ കൂടെ തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കൂടി നമുക്ക് ഈസി ആയിട്ട് ഒപ്പം വരയ്ക്കാനായിട്ട് പോകും. സ്റ്റെപ്പ് 2 എന്ന് പറയുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ റോളർ സപ്പോർട്ട് വരുന്ന സ്ഥലത്ത് മാത്രമാണ് മൂവ്മെന്റ്സ് അലോ ചെയ്യുന്നത്. ഫിക്സ്ഡ് എൻഡിൽ ഒരു മൂവ്മെന്റ് അലോ ചെയ്യുന്നില്ല. R1 അലോങ് ആയിട്ടും R2 അലോങ് ആയിട്ടും ഒരു മൂവ്മെന്റും അലോ ചെയ്യുന്നില്ല. ഇവിടെ R3 അലോങ് ആയിട്ട് മൂവ്മെന്റ് അലോ ചെയ്യുന്നില്ല. കാരണം വെർട്ടിക്കൽ ഫോഴ്സിനെ റോളർ സപ്പോർട്ട് റെസ്ട്രിക്ട് ചെയ്യും. R4 അലോങ് ആയിട്ട് ഇവിടെ മൂവ്മെന്റ് വരാം, അല്ലെങ്കിൽ അവിടെ മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. R4 അലോങ് ആയിട്ട് അല്ലെ റൊട്ടേഷൻ വരും. അതുപോലെ റോളർ സപ്പോർട്ട് C എന്ന് പറയുന്ന സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ റൊട്ടേഷൻ വരാം. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് എന്ന് പറയുന്നത് R4 ആൻഡ് R6 ആണ്. അപ്പൊ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഇവിടെ ഉള്ളത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2. അവിടെ θB വരാനും θC വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ആ മൂവ്മെന്റ്സ് അവിടെ റൊട്ടേഷൻ വരാം. അതുകൊണ്ടാണ് അവിടെ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വന്നത്. A എന്ന് പറയുന്ന സപ്പോർട്ട് ഫിക്സ്ഡ് ആയതുകൊണ്ട് ഒരു മൂവ്മെന്റ് അലോ ചെയ്യില്ല. പിന്നെ റോളർ ആകുമ്പോൾ 2 വെർട്ടിക്കൽ അലോ ചെയ്യില്ല. ബാക്കിയുള്ള R4 ആൻഡ് R6 കറസ്പോണ്ടിങ് ആയിട്ട് മൂവ്മെന്റ് അലോ ചെയ്യും. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മളവിടെ മാർക്ക് ചെയ്തു. സ്റ്റെപ്പ് 3 എന്ന് പറയുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ആൻഡ് ലോഡ് മെട്രിക്സ്. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ ഇക്വേഷൻസ് വെച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് കിട്ടുന്ന MFAB -6, MFBA6, MFBC -3 ആൻഡ് MFCB 3 ആണ്. ഇനി നമുക്ക് റിസ്ട്രെയിൻഡ് സ്ട്രക്ചർ വരയ്ക്കാം. റിസ്ട്രെയിൻഡ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡിലും സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡിലും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ ആ ഫോഴ്സും കൂടെ അല്ലെ, അതായത് റിയാക്ഷൻസ് കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യണം. അപ്പൊ റിസ്ട്രെയിൻഡ് സ്ട്രക്ചറിൽ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്, അതായത് മൊമെന്റിന്റെ റിയാക്ഷൻ നമ്മളിവിടെ മാർക്ക് ചെയ്തു. ആന്റി ക്ലോക്ക് വൈസിൽ 6, ക്ലോക്ക് വൈസിൽ 6, ആന്റി ക്ലോക്ക് വൈസിൽ 3, ക്ലോക്ക് വൈസിൽ 3. അതുപോലെ തന്നെ സപ്പോർട്ട് റിയാക്ഷൻസ് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇവിടെ വരുന്നത് WL/2 ആണ് UDL ആയതുകൊണ്ട് ഈ സ്പാനിൽ. അത് 6 kN, 6 kN. അതേപോലെ ഇവിടെ 6 kN എന്ന് പറയുന്ന പോയിന്റ് അവിടെ ആക്ട് ചെയ്യുന്നു. അപ്പൊ W/2 3 kN, 3 kN എന്ന് പറഞ്ഞു വരും. ഈക്വലന്റ് ജോയിന്റ് ലോഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് റിവേഴ്സ് ചെയ്യുക. ക്ലോക്ക് വൈസിലുള്ള മൊമെന്റിനെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടും ആന്റി ക്ലോക്ക് വൈസിലും ക്ലോക്ക് വൈസ് ആയിട്ട് ഇടുക. മേലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനൊക്കെ താഴോട്ട് ഇട്ട് ഈക്വലന്റ് ജോയിന്റ് ലോഡായി. ഇനി ഇതിനെ നമുക്ക് കമ്പൈൻ ചെയ്യാം. A എന്ന് പറയുന്ന സപ്പോർട്ടിൽ വെർട്ടിക്കൽ ഫോഴ്സ് ആൻഡ് മൊമെന്റ് വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എടുക്കാം കമ്പൈൻ ചെയ്യുമ്പോൾ. അതുപോലെ B എന്ന് പറയുന്ന ജോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 6 kN ആന്റി ക്ലോക്ക് വൈസിൽ മൊമെന്റ് ഉണ്ട്, 3 kN ക്ലോക്ക് വൈസിൽ മൊമെന്റ് ഉണ്ട്. അപ്പം 2 ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് 6ഉം 3 മൈനസ് ചെയ്തിട്ട് ആന്റി ക്ലോക്ക് വൈസിൽ 3 kN മൊമെന്റ് എന്ന് പറഞ്ഞു വരും. ഇവിടെ 6ഉം 3ഉം താഴോട്ടാണ്. അപ്പൊ 9 kN താഴോട്ട് മൊമെന്റ് ആന്റി ക്ലോക്ക് വൈസിൽ 3. അതുപോലെ C എന്ന് പറയുന്ന ജോയിന്റ് എടുക്കുമ്പോൾ അതിൽ 3 kN മീറ്റർ എന്ന് പറയുന്ന ആന്റി ക്ലോക്ക് വൈസിൽ മൊമെന്റ് ഉണ്ട്, 3 kN താഴോട്ടുണ്ട്. അപ്പൊ അതും മാർക്ക് ചെയ്തു. ഇനി അനാലിസിസ് സ്ട്രക്ചർ എടുക്കുമ്പോൾ ഇതിൽ റിസ്ട്രെയിൻഡ് ആയിട്ട് പോകുന്നതൊക്കെ ഒഴിവാക്കാം. ഫിക്സ്ഡ് എൻഡിൽ
ഈ ഫോഴ്സസ് കാരണം ഒരു ഡിസ്പ്ലേസ്മെന്റ്സും വരുന്നില്ല അല്ലെ. ഇവിടെ വരുന്ന 6 കിലോ ന്യൂട്ടൺ കാരണം മൊമെന്റ് കാരണം ഒരു ഡിസ്പ്ലേസ്മെന്റും ഇവിടെ അലോ ചെയ്യുന്നില്ല. എന്നാൽ ഇവിടെ വെർട്ടിക്കൽ കാരണം റോളർ സപ്പോർട്ടിൽ ഒരു മൂവ്മെന്റ് അലോ ചെയ്യുന്നില്ല. എന്നാൽ മൊമെന്റ് കാരണം അവിടെ ഡിസ്പ്ലേസ്മെന്റ്സ് വരാം. അപ്പം അത് മാത്രം നമ്മൾ അനാലിസിസ് സ്ട്രക്ചറിൽ കൺസിഡർ ചെയ്താൽ മതി. ബാക്കി എടുക്കേണ്ട കാര്യമില്ല നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ. അപ്പൊ ഇവിടെ വരുന്നത് 3 കിലോ ന്യൂട്ടൺ മീറ്റർ ആൻഡ് 3 കിലോ ന്യൂട്ടൺ മീറ്റർ ആന്റി ക്ലോക്ക് വൈസിലാണ്. അപ്പൊ നമ്മുടെ ലോഡ് മെട്രിക്സ് എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് -3 എന്ന് പറഞ്ഞു വരും. ഇനി ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് മെട്രിക്സ് എഴുതുമ്പോൾ നമ്മൾ റിസ്ട്രെയിൻഡ് സ്ട്രക്ചറുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവരണം. നമ്മുടെ ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് R1 ആണ്. അപ്പൊ R1 അലോങ് ആയിട്ട് 6, R2 അലോങ് ആയിട്ട് ആന്റി ക്ലോക്ക് വൈസ് 6, അതായത് -6, R3 അലോങ് ആയിട്ട് 6 ആൻഡ് R4 അലോങ് ആയിട്ട് ക്ലോക്ക് വൈസിൽ 6, അതായത് +6. ഇവിടെ 3, -3, 3, 3. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റിന്റെ മെട്രിക്സ് വരിക. 6, -6, 6, 6, 3, -3, 3, 3. അതായത് റിയാക്ഷൻസും കൂടെ ഇതിൻ്റെ അകത്ത് നമ്മൾ കൺസിഡർ ചെയ്യും. കാരണം നമ്മൾ ഫൈനൽ ആൻസറിൽ റിയാക്ഷനും കൂടി കിട്ടുന്നത് കൊണ്ട്. അപ്പോൾ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് ലോഡ് മെട്രിക്സും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് നമ്പർ 4 എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോം ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോം ചെയ്യുക. ഇവിടെ 2 എലമെന്റ്സ് ആണുള്ളത്, എലമെന്റ് നമ്പർ 1 ആൻഡ് എലമെന്റ് നമ്പർ 2. ഫസ്റ്റ് എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് നമുക്ക് ഫസ്റ്റ് ഫോം ചെയ്യാം. ഇതാണ് നമ്മളെ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ അല്ലെ. ആ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ഓരോ എലമെന്റും ഈ രീതിയിലായിരിക്കും വരിക. അപ്പൊ അതിൽ എല്ലിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പൊ EI × K1 എന്ന് പറയുന്നത് ഫസ്റ്റത്തെ എലമെന്റ് ആണ്, അതിന്റെ സ്പാൻ 6 മീറ്റർ ആണ്. എല്ലിന്റെ സ്ഥാനത്തെല്ലാം 6 കൊടുക്കാം. പിന്നെ ഈ ഒരു പ്രോബ്ലത്തിൽ EI-ന്റെ കേസ് അല്ലെ, രണ്ടും സെയിം തന്നെയാണ്, വേറെ ഒന്നും അതിൽ പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടും സെയിം ആയിട്ട് എടുക്കാം. ഇൻ കേസ് ചിലതിൽ 2EI, ചിലതിൽ 3EI ഒക്കെ വരാം. AB എന്ന് പറയുന്ന സ്പാനിൽ 3EI, BC എന്ന് പറയുന്ന സ്പാനിൽ 2EI, അങ്ങനെയൊക്കെ വരാം. അങ്ങനെ വരുമ്പോൾ ഓരോ എലമെന്റിന് കറസ്പോണ്ടിങ് ഫസ്റ്റ് എലമെന്റ് 3EI ആണെങ്കിൽ 3EI എന്ന് പറഞ്ഞ ഇവിടെ പുറത്തെടുത്ത് ചെയ്തിട്ട് 3 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് K1 നമ്മൾ ഫൈനലി കൺസിഡർ ചെയ്യുമ്പോൾ EI × എന്ന് പറഞ്ഞു വരുന്ന രീതിയിൽ തന്നെ എടുക്കാം. കാരണം നമുക്ക് അത് കമ്പൈൻ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും EI മാത്രം പുറത്ത് വരുമ്പോൾ. അതുപോലെ K2 ഇപ്പൊ 2EI വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2EI ആദ്യം പുറത്തെടുത്ത് എഴുതിയിട്ട് ഉള്ളിലേക്ക് എടുത്ത് 2 മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് EI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമൺ ഫാക്ടർ പുറത്ത് വരുന്ന രീതിയിൽ ആക്കിയാൽ മതി. അതായത് EI മാത്രം പുറത്തെടുക്കുന്ന രീതിയിൽ എഴുതിയാൽ മതി. മനസ്സിലായോ? അതായത് EI 2EI 3EI എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് EI വരുന്ന രീതിയിലാക്കി എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ EI × ഫസ്റ്റ് എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ് മെട്രിക്സ് നമ്മൾ ഇവിടെ എഴുതി. അപ്പൊ ഇതിൽ ഞാനിവിടെ 1, 2, 3, 4 എന്ന് പറഞ്ഞ നമ്പർ ചെയ്തു. ഈ നമ്പർ ചെയ്തിരിക്കുന്ന കോർഡിനേറ്റ്സ് ആണ്. ഓക്കെ, അതായത് ഇത് ഫസ്റ്റ് എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 കോർഡിനേറ്റാണ് വരുന്നത്. R1, R2, R3, R4. അപ്പൊ അതാണ് ഇവിടെ 1, 2, 3, 4 എന്ന് പറഞ്ഞ നമ്പർ ചെയ്തിരിക്കുന്നത്. അത് അതേപോലെ ഇവിടെ റോസിന് കറസ്പോണ്ടിങ് ആയിട്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞ നമ്പർ ചെയ്തിട്ടുണ്ട്. ഇത് കോളം 1, കോളം 2, കോളം 3, കോളം 4 ആൻഡ് ഇത് റോ 1, റോ 2, റോ 3, റോ 4. അതേപോലെ K2 നമുക്ക് എഴുതാം. K2ന്റെ സ്പാൻ എന്ന് പറയുന്നത്, അതായത് എലമെന്റ് നമ്പർ 2ന്റെ സ്പാൻ എന്ന് പറയുന്നത് 4 ആണ്. എല്ലിന്റെ സ്ഥാനത്തെല്ലാം 4 വരും. നമുക്ക് ഇതുപോലെ ആ ജനറൽ ആയിട്ടുള്ള എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ആ ഇക്വേഷനകത്ത് എല്ലിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ എഴുതാം. അപ്പം എലമെന്റ് നമ്പർ 2 വരുന്ന കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 3, 4, 5, 6 ആണ്. അപ്പൊ ഇവിടെ നമ്പർ ചെയ്യുമ്പോൾ 3, 4, 5, 6 എന്നുള്ള രീതിയിൽ നമ്പർ ചെയ്യാം. ആ കോർഡിനേറ്റ്സിന്റെ നമ്പർ ആണ്. ഈ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത് R4 ഉം R6 ഉം മാത്രമാണ് അല്ലെ. ബാക്കിയുള്ള എല്ലാ കോർഡിനേറ്റ്സും ഡിസ്പ്ലേസ്മെന്റ്സ് ഒന്നും അവിടെ ആ കോർഡിനേറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നില്ല. കാരണം അതെല്ലാം റെസ്ട്രിക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. R1, R2 വരുന്നത് ഫിക്സ്ഡ് എൻഡിലാണ്, അപ്പൊ അത് റിസ്ട്രെയിൻഡ് ആയി പോകും. R3 ആൻഡ് R5 വരുന്നത് റോളർ സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട്, അപ്പൊ വെർട്ടിക്കൽ ആണ് R3 ആൻഡ് R5, അപ്പൊ അതും റെസ്ട്രിക്റ്റഡ് ആയിട്ട് പോകും. പിന്നെ ഉള്ളത് R4 ആൻഡ് R6 ആണ്. അപ്പൊ R4 ആൻഡ് R6 നോട്ട് ഈക്വൽ ടു 0. അവിടെ ഡിസ്പ്ലേസ്മെന്റ്സ് ഉണ്ടാവും ആ കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പൊ നമുക്ക് R1, R2, R3, R5 അലോങ് ആയിട്ടുള്ള എല്ലാ ടേംസും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. R4 ആൻഡ് R6 നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റ് എലമെന്റ് നമ്മൾ വീണ്ടും എടുത്ത് എഴുതി. ഫസ്റ്റ് എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഒന്നും കൂടി എടുത്ത് എഴുതി. EI × ആ ഫുൾ ടേം എഴുതി. നമ്മുടെ കോർഡിനേറ്റ്സ് 1, 2, 3, 4, 1, 2, 3, 4 എഴുതി. അപ്പൊ നമുക്ക് ഇവിടെ R1, R2, R3 0 ആണ്. ഫസ്റ്റ് എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് R1, R2, R3, R4 ആണ് വരുന്നത്. അപ്പൊ ഇതിൽ R4 മാത്രമാണ് നോട്ട് ഈക്വൽ ടു 0, ബാക്കിയൊക്കെ 0 ആണ്. R1, R2, R3 0 ആണ്. അപ്പം R1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അടുത്ത R2 ഈക്വൽ ടു 0 ആകുമ്പോൾ സെക്കൻഡ് റോ ആൻഡ് സെക്കൻഡ് കോളം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് R3 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ തേർഡ് റോ ആൻഡ് തേർഡ് കോളം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബാക്കി R4 മാത്രമാണ് ഉള്ളത്. R4 നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല.
R4ന്റെ അവിടെ വരുന്ന ടേം ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ബാക്കിയുള്ള ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ബാക്കിയുള്ള ടേം അവിടെ നോട്ട് ചെയ്തു. ഇനി അടുത്ത സെക്കൻഡ് എലമെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ 3, 4, 5, 6 ആണ് അവിടെ വരുന്ന കോർഡിനേറ്റ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റോസും കോളംസും നമ്പർ ചെയ്തു 3, 4, 5, 6, 3, 4, 5, 6. അപ്പൊ ഇവിടെ നമുക്കറിയാം 3ഉം 5ഉം 0 ആവുന്നുണ്ട്, 4ഉം 6ഉം നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പം തേർഡ് റോയും തേർഡ് കോളവും 3 0 ആവുന്നുണ്ട്, R3 0 ആവുന്നുണ്ട്, തേർഡ് റോ ആൻഡ് തേർഡ് കോളം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് R5 0 ആകുമ്പോൾ ഫിഫ്ത്ത് റോ ആൻഡ് ഫിഫ്ത്ത് കോളം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ ബാക്കിയുള്ള ടേംസ് R4ഉം R6ഉം നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയ ടേംസ് ഒക്കെ നമുക്ക് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മൾ ചെയ്തത് എലമെന്റിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് എഴുതി. ഇനി ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് റെസ്ട്രിക്റ്റഡ് ആവുന്ന കോർഡിനേറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് എല്ലാം എലിമിനേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ അസംബിൾ ചെയ്യാം, കമ്പൈൻ ചെയ്തിട്ട് ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് നമുക്ക് ആക്കാം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 4 എന്ന് പറയുന്ന കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എലമെന്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ 4ഉം 6നും കറസ്പോണ്ടിങ് ആയിട്ട് എലമെന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അസംബിൾ ചെയ്യാം. അസംബിൾ ദ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ടു ഗെറ്റ് ദ ഓവറോൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഓർ ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ്. അപ്പൊ കെ എന്ന് പറയുന്നത് EI ഇൻറ്റു 4, 6, 4, 6, 4ഉം 6ന്റെ കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 4, 6, 4, 6 എന്ന് പറഞ്ഞ് എഴുതി. അപ്പൊ ഇനി ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഈ ഫൈനലിലുള്ള ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് K44 ആണ് അല്ലെ. 44 എന്ന് പറയുന്ന എലമെന്റ് അല്ലേ ഇത്. അപ്പൊ നമ്മളെ ഇതില് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ബാക്കിയുള്ളതിൽ K44 ഉണ്ടോ നോക്കാം. അപ്പൊ K44 എന്ന് പറയുന്നത് ഇതാ അല്ലെ, 4th റോ ആൻഡ് 4th കോളം. ഈ ടേം 4/6 ഉണ്ട്. രണ്ടാമത്തെ എലമെന്റിൽ ഉണ്ടോ നോക്കാം, 4th റോ ആൻഡ് 4th കോളം. 4th റോ 4th കോളം ഉണ്ട്, 4/4 ഉണ്ട് അല്ലെ. അപ്പൊ 4/4ഉം 4/6ഉം K44 വരുന്നതാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നിച്ച് എഴുതാം. അപ്പം 4/6 പ്ലസ് 4/4. ഓക്കെ, 4/6 പ്ലസ് 4/4. അടുത്ത ടേം എന്ന് പറയുന്നത് 4th റോ ആൻഡ് 6th കോളം. 4th റോ ആൻഡ് 6th കോളം. 4th റോ 6th കോളം വരുന്നതാണ് ടേം വരുന്നത്. അപ്പൊ 4th റോ ആൻഡ് 6th കോളം. ഇതിൽ ഫസ്റ്റ് എലമെന്റിൽ 6th കോളം വരുന്നില്ല. സെക്കൻഡ് എലമെന്റിൽ 4th റോ എന്ന് പറയുന്നത് ഇതാണ്, 6th കോളം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതാണ് ടേം വരിക അല്ലെ, 2/4. അപ്പൊ 2/4 എഴുതി K46 എന്ന് പറയുന്ന ടേം. അടുത്തത് 6th റോ ആൻഡ് 4th കോളം, അതായത് K64 എന്ന് പറയുന്ന ടേം. അപ്പം 6th റോ ആൻഡ് 4th കോളം. 6th റോ ഇവിടെ വരുന്നില്ലല്ലോ, ഫസ്റ്റ് എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടില്ല. സെക്കൻഡ് എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 6th റോ ഉണ്ട്, 4th കോളം ഉണ്ട്, 2/4. ദാറ്റ് ഈസ് 2/4. അടുത്ത ലാസ്റ്റ് ടേം K66, 6th റോ ആൻഡ് 6th കോളം. ഇവിടെ നോക്കാം, 6th റോ ആൻഡ് 6th കോളം ഇവിടെ ഇല്ല, 4 വരെ വരുന്നുള്ളൂ. അടുത്ത ഇവിടെ 6th റോ എന്ന് പറയുമ്പോൾ ഇതാണ്, 6th കോളം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇവിടെ വരുന്ന ടേം 4/4 ആണ്. അപ്പൊ ലാസ്റ്റ് ടേം 4/4. അപ്പൊ നമ്മളെ ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് അല്ലെങ്കിൽ K എന്ന് പറയുന്നത് EI ഇൻറ്റു 1.667, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ 2/4, അതായത് 0.5, 2/4, 0.5, 4/4 ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് നമുക്കറിയാം ഡെൽറ്റ ഇസിക്കൽ ടു K ഇൻവേഴ്സ് P, സിസ്റ്റം ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് ഫോം ചെയ്യുന്നതാണ്. അപ്പൊ ഡെൽറ്റ ഇസിക്കൽ ടു K ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ K കിട്ടിയിട്ടുണ്ട്. EI എന്നുള്ളത് 1/EI ആവും. ഈ മെട്രിക്സ് ഇൻവേഴ്സ് 1.667, 0.5, 0.5, 1 ഇൻവേഴ്സ് ഇൻറ്റു P എന്ന് പറയുന്നത് -3 ആണ്. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡെൽറ്റ വാല്യൂ കിട്ടും. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ ഡെൽറ്റ വാല്യൂ കിട്ടും. K ഇൻവേഴ്സ് എടുക്കുക, അതിന് ഇൻറ്റു P ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മള് ഏതൊക്കെ കോർഡിനേറ്റ്സിലാണോ മൂവ്മെന്റ്സ് അലോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് ആ കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്കറിയാം R1, R2, R3, R5 അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് അലോ ചെയ്യുന്നില്ല. ഫിക്സ്ഡ് എൻഡും റോളർ എൻഡിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒന്നും അലോ ചെയ്യുന്നില്ല, റൊട്ടേഷൻ മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ. അത് റോളർ സപ്പോർട്ടിൽ മാത്രം. R4, R6 ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ്. അപ്പൊ ആ കോർഡിനേറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ഡെൽറ്റ ഇസിക്കൽ ടു 1/EI -1.059 -2.47. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് R4നും R6നും കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ മൊമെന്റ്സ് ആൻഡ് റിയാക്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് Mn = Kn Δn + ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്. Mn എന്ന് പറയുന്നത് എലമെന്റിന്റെ നമ്പർ ആണ്. ഓക്കെ, അതായത് N എന്ന് പറയുന്ന എലമെന്റിന്റെ നമ്പർ ആണ്, M എന്ന് പറയുന്ന ഫൈനൽ മൊമെന്റ് ആൻഡ് റിയാക്ഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു Kn എന്ന് പറയുന്നത് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ്. ഇപ്പൊ ഫസ്റ്റ് എലമെന്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് എലമെന്റിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ്. ഡെൽറ്റ n എന്ന് പറയുന്ന ഫസ്റ്റ് എലമെന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ്. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എന്ന് പറയുന്ന ഫസ്റ്റ് എലമെന്റിന്റെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എഴുതാം. M1 എന്ന് പറയുന്നത് ഇപ്പൊ ഫസ്റ്റ് എലമെന്റ് എടുത്താൽ AB എന്ന് പറയുന്നതാണ് ഫസ്റ്റ് എലമെന്റ് അല്ലെ. അതിൽ വരുന്നത് RA എന്ന് പറയുന്ന റിയാക്ഷൻ വരും, RB1 എന്ന് പറയുന്ന റിയാക്ഷൻ വരും, MAB and MBA വരും. അപ്പൊ ആ 4 വാല്യൂസ് നമ്മൾ നമ്പർ ചെയ്തിരിക്കുന്ന അതേ ഓർഡറിൽ എഴുതാം. ഫസ്റ്റ് കോർഡിനേറ്റ് നമ്പർ ചെയ്തിരിക്കുന്ന വെർട്ടിക്കൽ ഫോഴ്സിന്റെ ആണ്. അപ്പം അവിടെ റിയാക്ഷൻ RA ആണ്.
രണ്ടാമത് മൊമെന്റിന്റെ ആണ്, MAB ആണ്. മൂന്നാമത്തത് ബിയിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള കോർഡിനേറ്റ് ആണ്, അത് റിയാക്ഷൻ RB1. ആൻഡ് ഫോർത്ത് വൺ മൊമെന്റിന്റെ MBA. അപ്പൊ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ KN എന്ന് പറയുന്ന K1 ആവും, അതായത് ഫസ്റ്റ് എലമെന്റിന്റെ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ്. ഡെൽറ്റ N എന്ന് പറയുന്നത് Δ1, ഫസ്റ്റ് എലമെന്റിന്റെ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ്. അപ്പോൾ ഫസ്റ്റ് എലമെന്റിൽ വരുന്ന ഫസ്റ്റ് എലമെന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ്. അപ്പൊ Δ1 ഫസ്റ്റ് എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിസ്പ്ലേസ്മെന്റ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പം ഇവിടെ വരുന്ന കോർഡിനേറ്റ് R1, R2, R3 ആൻഡ് R4 ആണ്. R1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് 0, R2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് 0, R3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് 0 അല്ലെ. കാരണം ഫസ്റ്റ് ഫിക്സ്ഡും രണ്ടാമത്തെ റോളറും ആണ്. അപ്പോൾ റോളറിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിഫ്ലക്ഷനും ഫിക്സ്ഡില് റൊട്ടേഷനും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ഒന്നും അലോ ചെയ്യുന്നില്ല. പിന്നെ R4ന് കറസ്പോണ്ടിങ് മാത്രമേ ഡിഫ്ലക്ഷൻ വരുന്നുള്ളൂ. അപ്പോൾ Δ1 എന്ന് പറയുന്ന ടേമിൽ ആ ഓർഡറിൽ തന്നെ എഴുതണം. R1ന് കറസ്പോണ്ടിങ് ആയിട്ട് 0, R2 0, R3 0 ആൻഡ് R4ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ കണ്ടുപിടിച്ച വാല്യൂ -1.059. ഈ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്, ഫസ്റ്റ് എലമെന്റിന്റെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്. അപ്പോൾ നമുക്കറിയാം റിയാക്ഷൻ RA, MFAB, RB1 ആൻഡ് MFBA ആ രീതിയിലായിരിക്കും വരിക. അതായത് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് നമ്മൾ മെട്രിക്സ് ഫോം ചെയ്തിരുന്നു. അതിന്റെ ആദ്യത്തെ 4 ടേം ആണ് ഫസ്റ്റ് എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മളെ ഇക്വേഷൻ ഇങ്ങനെ വരും: RA, MAB, RB1, MBA EI into ഫസ്റ്റ് എലമെന്റിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് ആൻഡ് 1/EI into ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ്. R1 കറസ്പോണ്ടിങ് ആയിട്ട് 0, R2 കറസ്പോണ്ടിങ് ആയിട്ട് 0, R3 കറസ്പോണ്ടിങ് ആയിട്ട് 0, -1.059. ഇവിടെ EIയും 1/EIയും വരും. അപ്പൊ EI ആൻഡ് EI ക്യാൻസൽ ആവും. പ്ലസ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് 6 - 6. അപ്പം മേലോട്ടുള്ള ഫോഴ്സ് ആന്റി ക്ലോക്ക് വൈസിലുള്ള മൊമെന്റ്, മേലോട്ടുള്ള ഫോഴ്സ് ക്ലോക്ക് വൈസിലുള്ള മൊമെന്റ്, ക്ലോക്ക് വൈസിലുള്ള പോസിറ്റീവ്, ആന്റി ക്ലോക്ക് വൈസിലുള്ള നെഗറ്റീവ്, ഈ രീതിയിലാണ് വരുന്നത്. ഇനി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 6.177 - 6.353, 5.823 ആൻഡ് 5.294. നമുക്ക് കിട്ടിയത് ഇതാണ്. RA 6.177 കിലോ ന്യൂട്ടൺ, MAB -6.353 കിലോ ന്യൂട്ടൺ മീറ്റർ, RB1 5.823 കിലോ ന്യൂട്ടൺ ആൻഡ് MBA 5.294 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി അടുത്ത എലമെന്റ് 2 എടുത്താൽ M2 ആണ് അവിടെ കിട്ടുക. സെക്കൻഡ് എലമെന്റിലുള്ളത് റിയാക്ഷൻ അറ്റ് B RB2, MBC, റിയാക്ഷൻ അറ്റ് C RC ആൻഡ് MCB. ഈ 4 വാല്യൂസ് ആണ് കിട്ടുന്നത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് K2 × Δ2. സെക്കൻഡ് എലമെന്റിന്റെ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ്, സെക്കൻഡ് എലമെന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് പ്ലസ് സെക്കൻഡ് എലമെന്റിന്റെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്. അപ്പം ഇതുപോലെയാണ് ഇക്വേഷൻ വരിക. RB2, MBC, RC, MCB EI into ഫസ്റ്റ് എലമെന്റിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് Δ2. അപ്പം രണ്ടാമത്തെ കോർഡിനേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് എലമെന്റിന്റെ R3, R4, R5 ആൻഡ് R6 ആണ്. ഇതിൽ R3 ആൻഡ് R5 = 0 ആണ്. അപ്പം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ R3 0, സെക്കൻഡ് R4ന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് നമ്മൾ ഫോം ചെയ്തപ്പോൾ കിട്ടി -1.059. R6ന് കറസ്പോണ്ടിങ് ആയിട്ട് -2.471. അപ്പോൾ R3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0, R3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0, R4ന് കറസ്പോണ്ടിങ് ആയിട്ട് -1.059, R5ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0 ആൻഡ് R6ന് കറസ്പോണ്ടിങ് -2.471. ഓക്കെ, പ്ലസ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് എലമെന്റിന്റെ 3 - 3, അതായത് വെർട്ടിക്കൽ റിയാക്ഷൻ 3, ആന്റി ക്ലോക്ക് വൈസിലുള്ള 3 അത് മൈനസിൽ വന്നു. മേലോട്ടുള്ള വെർട്ടിക്കൽ റിയാക്ഷൻ 3 ആൻഡ് ആന്റി ക്ലോക്ക് വൈസിലുള്ള 3. അപ്പോൾ സെക്കൻഡ് ടേം മാത്രം മൈനസ് വന്ന്. സോൾവ് ചെയ്താൽ 4.324 ആൻഡ് -5.294, 1.6760 എന്നുള്ള രീതി കിട്ടും. അപ്പോൾ നമുക്ക് മൊമെന്റ്സും റിയാക്ഷൻസും കിട്ടി. നമുക്ക് കിട്ടിയത് ഇതാണ്: RB2 4.324 കിലോ ന്യൂട്ടൺ, MBC -5.294 കിലോ ന്യൂട്ടൺ മീറ്റർ, RC 1.676 ആൻഡ് MCB 0. അപ്പോൾ കിട്ടിയ മൊമെന്റ്സും റിയാക്ഷൻസും ഒന്ന് എടുത്ത് എഴുതുക. സെപ്പറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഈ വാല്യൂസ് വെച്ച് വരയ്ക്കാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഈ വാല്യൂസ് വെച്ച് വരയ്ക്കാം. MAB -6.353, MBA 5.294, MBC -5.294, MCB 0, RA 6.177, RB1 5.823, RB2 4.324 and RC 1.676. മൊമെന്റിന്റെ എല്ലാം കിലോ ന്യൂട്ടൺ മീറ്ററിലും റിയാക്ഷൻസിന്റെ എല്ലാം കിലോ ന്യൂട്ടണിലുമാണ്. അപ്പൊ അത് മാറിപ്പോരുത് നമ്മൾ ആ യൂണിറ്റ്സ് ഇടുന്നത്. ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇതുപോലെയാ വരുന്നത്. ഇവിടെ ആദ്യം ഫൈനൽ കിട്ടിയിരിക്കുന്ന മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രാം വരയ്ക്കാം. 6.353 ആണ് ലെഫ്റ്റ് സൈഡിൽ, ആൻഡ് മൈനസിൽ വാല്യൂ ആയതുകൊണ്ട് -6.353. അടുത്ത MBA എന്ന് പറയുന്നത്
പ്ലസ്സിൽ 5.294 ആണ്. അപ്പോൾ തമ്പ് ബിയിൽ വെച്ചിട്ട് റൈറ്റ് സൈഡിലുള്ള തമ്പ് ബിയിൽ വെച്ചിട്ട് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയാണ് വരിക. അതുപോലെ ബി സി അതുപോലെ ലെഫ്റ്റ് സൈഡിലുള്ള തമ്പ് ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക. 5.294 മൈനസിലായിരുന്നല്ലോ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ സെയിം പോയിന്റ് തന്നെ വരിക. ലാസ്റ്റ് എം സി ബി എന്ന് പറയുന്ന 0. അപ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ട് ബെൻഡി മൊമെന്റിന്റെ വാല്യൂസ് കണക്ട് ചെയ്തിട്ട് ആ ഡയഗ്രാം വരയ്ക്കുക. ഇനി ഫ്രീ ബെൻഡി മൊമെന്റ് ഡയഗ്രാം കൂടെ വരും. അതായത് സ്പാനിൽ ആക്ട് ചെയ്യുന്ന ലോഡ് കാരണമുള്ള ബെൻഡി മൊമെന്റ്, സ്പാൻ ബെൻഡി മൊമെന്റ് അല്ലെങ്കിൽ ഫ്രീ ബെൻഡി മൊമെന്റ് ഡയഗ്രാം. അപ്പോൾ ഇവിടെ 2 kN സ്പാൻ 6 ആണ്, WL²/8 9 വരും. അപ്പോൾ അത് പാരബോളിക് ആയിട്ട് വരച്ചു. അടുത്ത 6 ടോട്ടൽ 4 മീറ്ററിൽ കറക്റ്റ് സെൻട്രൽ ആക്ട് ചെയ്യുന്നു. അപ്പം WL/4 6 × 4/4 6 വരും. അപ്പോൾ അത് വരച്ചു. ഇനി ബേസ് ലൈൻ ഇതാണ്, നമ്മൾ ഫൈനൽ മൊമെന്റിന്റെ ആ ലൈനാണ് ബേസ് ലൈൻ വരിക. അതിന്റെ മേലോട്ടുള്ളത് പ്ലസും അതിന്റെ താഴോട്ടുള്ളത് മൈനസും ആണ്. അപ്പം അത് നമുക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്യാൻ പറ്റും. ബാക്കി ഇതിൽ വരുന്ന വാല്യൂസ് ഒക്കെ ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, അതെല്ലാം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത്. ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമുക്ക് വരയ്ക്കാൻ നമുക്ക് റിയാക്ഷൻസ് കിട്ടിയിട്ടുള്ള 6.177, 5.823, 4.324, 1.67 ആണ്. അപ്പം നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്ന് 6.17 മേലോട്ടാണ്. അപ്പോൾ അത് മേലോട്ട് 6.177 കാണിച്ചു. ഇനി ഇവിടെ UDL ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ യൂണിഫോംലി അത് വേരി യൂണിഫോംലി ആയിട്ടാണ് അല്ലെങ്കിൽ അത് ലീനിയർ ആയിട്ടാണ് അതിന്റെ വാല്യൂസ് വേരി ചെയ്യുന്നത്. അപ്പോൾ 6.177 നമ്മൾ മേലോട്ടുള്ള റിയാക്ഷൻ കാരണമുള്ള ഡയഗ്രാം ആ പോർഷൻ നമ്മൾ വരച്ചു. ഇനി താഴോട്ടേക്ക് 2 kN/m 6 മീറ്റർ സ്പാനിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ 2 × 6 12. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേനും 6.177 - 12 വരും. അപ്പോൾ ആ വാല്യൂ 5.823 ആണ്. അപ്പോൾ അത് 5.823 വരച്ചു. ഇവിടെ എത്തിയതിനു ശേഷം ഇവിടെ റിയാക്ഷൻ വരുന്നുണ്ട് 5.823 RB1 എന്ന് പറയുന്നത്. അപ്പോൾ അത് വന്ന് ഇവിടെ 0-ൽ നിന്നു. അടുത്ത RB2 റിയാക്ഷൻ ഉണ്ട്, അത് 4.324 ആണ്. അതും മേലോട്ടേക്ക് വന്നു. ഇനി ഇതിന്റെ ഇടയ്ക്ക് വേറെ ലോഡുകളൊന്നുമില്ല. അപ്പോൾ ഇതുവരെ ഇത് കണ്ടിന്യൂ ചെയ്യും. അപ്പം ഈ ഡിസ്റ്റൻസ് വരെ 6 kN ആക്ട് ചെയ്യുന്നവരെ അത് 4.324 കണ്ടിന്യൂ ചെയ്തു. ഇവിടെ എത്തിയതിനു ശേഷം 6 താഴോട്ട് വന്നു. അപ്പം 4.324 - 6, 1.676 അത് പോയി, മൈനസിലാണ്. ഇതിന്റെ ഇടയ്ക്ക് വേറെ ലോഡുകളൊന്നുമില്ല. അപ്പോൾ ഇതുവരെ കണ്ടിന്യൂ ചെയ്തു. സിയിലെത്തിയപ്പോൾ അവിടെ റിയാക്ഷൻ RC വന്നു മേലോട്ടേക്ക്. അതിന്റെ വാല്യൂ 6.676 ആണ്. അപ്പോൾ 0-ൽ വന്ന് ക്ലോസ് ആയി. ഓക്കെ, 6.177 RAയിലുള്ള റിയാക്ഷൻ എന്ന് പറയുന്ന സപ്പോർട്ടുള്ള റിയാക്ഷൻ ആ വാല്യൂ വരച്ചു. അതിനുശേഷം UDL വരുന്നുണ്ട്. അപ്പോൾ UDL താഴോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൈനസ് ചെയ്തു. 6.177 - 6 × 2 5.823 പോയി. ഇവിടെ രണ്ട് റിയാക്ഷൻ RB1 and RB2 ഉണ്ട്. RB1 എന്ന് പറയുന്നത് 5.823 പ്ലസ് അത് ഇവിടെ 0 വന്നു, പ്ലസ് 4.324 RB2 അത് കണ്ടിന്യൂ ചെയ്തു 6 വരെ. 6ന്റെ ലോഡ് എത്തിയപ്പോൾ 6 താഴോട്ട് വന്നു. 4.324 - 6 അപ്പോൾ 1.676 സി പോയിന്റ് വരെ കണ്ടിന്യൂ ചെയ്തു. ഇവിടെയുള്ള റിയാക്ഷൻ 1.676 0 വന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചു. അപ്പം ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡിൽ ഈ രീതിയിലാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. കൺസെപ്റ്റ് എല്ലാം ബീമിന്റെ കേസിലെല്ലാം ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ.